അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷത്തോടു കൂടി ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്ന പെൺകുട്ടി വീഡിയോ പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ മരണപ്പെട്ടു. തൻ്റെ പിഞ്ചു കുട്ടി ഇങ്ങനെ വന്ന് ഉമ്മ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ ഉമ്മയെ കണ്ടത് വല്ലാത്തൊരവസ്ഥയിലാണ്. ആ 4 വയസ്സുള്ള പിഞ്ചുകുട്ടി തട്ടാസിച്ച് ഉമ്മാനെ വിളിക്കുന്നുണ്ട്. എത്ര വിളിച്ചാലൊന്നും വന്ന് സംസാരിക്കുന്നില്ല. ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഈ പെൺകുട്ടിയുടെ ഉമ്മ ഓടി വരുന്നത്. വല്യമ്മ ഓടി വന്ന് കണ്ട ദൃശ്യം വല്ലാത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ജീവിതം എന്നുള്ളത് ഏറ്റവും വലുതാണ്. ഈ പെൺകുട്ടി പോലും വിചാരിച്ചില്ല. വലിയ സന്തോഷത്തിൽ ഒരു വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ കരുതി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് വീഡിയോ എടുക്കാനിരുന്നത്. വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് അത് പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് സെക്കൻഡുകളെ കൊണ്ട് എന്നേക്കും ഈ പെൺകുട്ടി ഇല്ലാതെയായി. ഈ പെൺകുട്ടിയുടെ പേരും സ്ഥലവും അറിയുന്നതിന് മുമ്പ് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നോക്ക്, നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെയും ഇതര സമുദായ സഹോദരങ്ങളുടെയും ഓരോ അവസ്ഥകൾ, റീൽസും വീഡിയോ എടുക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന, ഇവർക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോ കൊണ്ട് ഒന്നും നേടാൻ പറ്റൂല. ഒന്നും ആളെ മുമ്പിൽ അറിയപ്പെടാമെന്നല്ലാതെ പണമോ മറ്റൊന്നുമല്ല. ഇവർക്ക് 10 ആളുകളുടെ മുമ്പിൽ ഞാനൊന്ന് അറിയപ്പെടണം എന്നൊരു ഉദ്ദേശമാണ്. പ്രിയപ്പെട്ട ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നവർ മനസ്സിലാക്കണം, വ്യൂസും ലൈക്കും മറ്റെല്ലാത്തിനേക്കാൾ വലുതാണ് ജീവിതം എന്നുള്ളത്. ജീവിതം എപ്പോഴും സുരക്ഷിതമായിരിക്കണം. പിഞ്ചു കുഞ്ഞ്, 4 വയസ്സ് മാത്രമുള്ള കുഞ്ഞ്, ആ കുഞ്ഞിക്ക് ഒരു സെക്കൻഡ് പോലും ഉമ്മയെ പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത കുഞ്ഞ് എങ്ങനെ ജീവിക്കും? ആ കുഞ്ഞ് ഉമ്മയെ ചോദിക്കുമ്പോൾ ആ വല്യമ്മ എങ്ങനെ ആശ്വസിപ്പിക്കും? നോക്ക്, അതേപോലെ ഭർത്താവ് ചെറിയൊരു അഭിനയം സെക്കൻഡുകളെ കൊണ്ട് തീർന്നു, അവസാനിച്ചു. ഒരിക്കലും ഭർത്താവ് വിചാരിച്ചില്ലല്ലോ ഞാനിത് അപകടത്തിൽപ്പെടുമെന്ന്. കാരണം ഭാര്യയുടെ മുമ്പിൽ വെച്ചാണ്. ഗർഭിണിയായ ഭാര്യ ഓടി വന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, മരണപ്പെട്ടു കഴിഞ്ഞു. പ്രിയപ്പെട്ടവർ, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അപകടം പിടിച്ച വീഡിയോകളൊക്കെ ചെയ്യരുത്. കാരണം സെക്കൻഡുകളെ കൊണ്ട് സംഭവിക്കുന്ന അപകടത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി തുണിയുകയാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയാൽ നിന്നെ രക്ഷിക്കാനും സംരക്ഷിക്കാനും നിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഏറ്റെടുക്കാനും നിന്നെപ്പോലെ നിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ ഈ ലോകത്ത് മറ്റൊരാളും കിട്ടൂല. നിൻ്റെ മകനെ, നിൻ്റെ മകളെ നീ സ്നേഹിക്കുന്നത് പോലെ അതിന് പകരം വെക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല ഇവിടെ. അത് ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് വിലസാൻ, അവരുടെ മുമ്പിൽ ഒന്നാളാകാൻ അത്രയേ ഉള്ളല്ലോ. സെക്കൻഡുകളെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന, റീൽ ചെയ്യുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമുക്കെന്തെങ്കിലും അത്യാവശ്യമായി അറിയുന്ന കാര്യങ്ങൾ മറ്റുമൊക്കെ അപ്ലോഡ് ചെയ്യാമെന്നല്ലാതെ അപകട പിടിച്ച ദൃശ്യങ്ങൾ എടുത്ത് അത് അപ്ലോഡ് ചെയ്ത് ഞാൻ ഒരു വലിയ ആളാകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും അപകടം അത് എവിടെ നിന്നറിയില്ല. ഈ പെൺകുട്ടി ചെയ്തതെന്താ നോക്കൂ, 4 വയസ്സുള്ള കുട്ടിയുണ്ട് അല്ലേ? ഈ പെൺകുട്ടി വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പെൺകുട്ടി നേരെ വന്നു, ക്യാമറയ്ക്ക് ഓൺ ചെയ്തു, ദൃശ്യമൊക്കെ കൃത്യമാണോ എന്ന് നോക്കി, എല്ലാം ഓക്കെ എന്നറിഞ്ഞ് എന്നിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി. ചെയ്തിട്ട് പിന്നെ ആ ക്യാമറ ഓഫ് ചെയ്യാൻ പോലും അവളെ കൊണ്ട് സാധിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് മരണം സംഭവിച്ചു. എന്നേക്കും ആ കുഞ്ഞിനെ വിട പറഞ്ഞ് ആ ഉമ്മ എന്നേക്കും ആ വീട്ടിലെ ശൂന്യമായി മാറി. എന്തുകൊണ്ടിത്? എന്തുകൊണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് കണ്ണൂരിലൊരു സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം എന്തോ ഒരു പിണക്കത്തിൻ്റെ പേരിൽ ഭർത്താവ് ഒന്ന് അഭിനയിക്കാൻ നോക്കിയത് ഭാര്യയുടെ മുമ്പിൽ.
അവളുടെ സ്നേഹം ഒന്ന് പരിശോധിക്കാൻ. പെട്ടെന്നാണ് സംഭവിച്ചത്. ആരോടുന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. കാരണം ഈ പെൺകുട്ടി ചെയ്തത് എന്താണ്? വീഡിയോ റീൽസ് എടുക്കാൻ വേണ്ടി ഒരു സ്റ്റൂൾ മേലെ കയറി നിന്ന് കഴുത്തിൽ കയറ് എടുത്ത് വെച്ച് അത് ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്ന, ജീവൻ ഒടുക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിനിടയ്ക്ക് താൻ നിന്നിരുന്ന സ്റ്റൂൾ അങ്ങ് തട്ടി താഴോട്ട് നിലത്ത് വീണു. നിലത്ത് വീണപ്പോൾ പിടഞ്ഞ് അവിടെ മരണപ്പെട്ടു പോയി. അപ്പോഴാണ് തൻ്റെ കുഞ്ഞും ഉമ്മയെ ഓർമ്മയായി ഉമ്മയെ വിളിച്ചിങ്ങനെ ഓടിക്കൊണ്ട് വരികയാണ്. കാരണം കുഞ്ഞുമക്കൾ ഓടിക്കൊണ്ട് വരുന്നത് എന്തിനാ? എൻ്റെ ഉമ്മ എന്നെ തൊക്കിപ്പിടിച്ചെനിക്ക് ഉമ്മ തരും. ആ ഒരു സന്തോഷത്തിലായി കുട്ടി ഓടി വന്നത്. പക്ഷെ ഉമ്മ ഒന്നും സംസാരിക്കുന്നില്ല. ഇങ്ങനെ അതാ ഫാനിലിങ്ങനെ വള്ളിയിലിങ്ങനെ നിശ്ചലമായി നിൽക്കുന്നൊരവസ്ഥയാണ്. ഉടനെ കുറേ ഉമ്മാന്ന് വിളിച്ചു. എത്ര വിളിച്ചാലും വായ തുറക്കുന്നില്ല. അങ്ങനെ അട്ടഹാസിച്ച് കരയാൻ തുടങ്ങി ഉമ്മാന്ന് വിളിച്ച്. അപ്പോഴാണ് എല്ലാവരും വരുന്നത്. നോക്കുമ്പോൾ അതോടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. സുബ്ഹാനല്ലാഹ്. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ലൈക്ക് കിട്ടിയത് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഒരു നേട്ടവുമില്ല. പിന്നെ കാലാകാലം ദുഃഖത്തിലാകുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്. ചില ആളുകൾക്കൊരു അഭിനയിക്കലുണ്ട്, അപകടം അഭിനയിക്കുകയാണ്. ഭർത്താവ് ചെയ്ത ഒരു അഭിനയമായിരുന്നു. ഭാര്യയുടെ മുമ്പിൽ ഞാൻ ജീവൻ നഷ്ടപ്പെടുത്തും, ജീവൻ എടുക്കും എന്ന രീതിയിലുള്ള അഭിനയമാണ്. ഈ അഭിനയം എൻ്റെ പ്രിയപ്പെട്ടവരെ അത് യാഥാർത്ഥ്യമായി. ആ കയറിൽ നിന്ന് ഞാൻ ജീവനെടുക്കും എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. പെട്ടെന്നാണ് താൻ നിന്നിരുന്ന ആ സ്റ്റൂള് താഴോട്ട് വീണത്. ആ സ്ഥലത്ത് തന്നെ ഭാര്യയുടെ കൺമുമ്പിൽ തന്നെ അദ്ദേഹം മരണപ്പെടുന്ന രംഗം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മുടെ സഹോദരങ്ങൾ. നോക്കൂ, ഈ ഒരു സംഭവം നടക്കുന്നത് കണ്ണൂരിലാണ്. ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഭർത്താവ് മരണപ്പെട്ട സംഭവം. അതേപോലെ ഈ ഒരു സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശത്തിലാണ്. മോഹിനി എന്ന് പറയുന്ന പെൺകുട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കഥ നമുക്ക് ഒരുപാട് നന്മയെ നൽകുന്നുണ്ട്. കാരണം ആ മരണപ്പെട്ട ആൾ നോക്കൂ, ഒരുപാട് മരണങ്ങൾ, വല്ലാത്ത വേദനിപ്പിക്കുന്ന മരണങ്ങളാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല